ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5.4 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീട്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 10 കിലോമീറ്റർ മാറി പുക്കാട്ടുപടിയിലാണ് ഈ വീട്. തേക്കുട്ടും ചെങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വീട് നമുക്കൊന്ന് കണ്ടാലോ? ഈ വീടിൻ്റെ മുന്നിലായി കാണുന്ന ടാർ റോഡാണ്. ഈ വീടിൻ്റെ മതിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ ഈ ഭാഗത്തായി ടെക്സ്ചർ വർക്കാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ LED ലൈറ്റ്, മുകളിലായി പർഗോള ഡിസൈനും നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ ഗേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയായി സ്ലൈഡിങ് ഗേറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഫോൾഡിങ് ഗേറ്റും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കിണർ വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ മുന്നിലായി കാണുന്നത് കടപ്പാക്കല്ലും ഇടയിൽ സിന്തറ്റിക് ഗ്രാസും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കാർ പോർച്ച്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ കാർ പോർച്ചിൽ ലഭ്യമാണ്. ഈ ഭാഗത്തായി ഒരു പില്ലർ നൽകിയിരിക്കുന്നു. പില്ലറിൽ ടെക്സ്ചർ വർക്കാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ കുറേ ചെടികളും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്പേസും ലഭ്യമാണ്. ഈ വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്കാണ് പോകേണ്ടത്. വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി ഒരു പില്ലർ നൽകിയിരിക്കുന്നു. പില്ലറിൽ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 3 വാളിൻ്റെ ഒരു ജനലും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. നല്ല 2 പാളിയുള്ള മെയിൻ ഡോറാണിത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലും കൊടുത്തിരിക്കുന്നു. മെയിൻ ഡോർ നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ 3 വാളിൻ്റെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ വീടിന് 3 ഫേസ് കണക്ഷനാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ്. ഇവിടെയായി വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. മുകളിലായി ലൈറ്റ്. ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഈ ഭാഗത്തായി കോർട്ട്യാർഡ് സ്പേസും കൊടുത്തിരിക്കുന്നു. ഇവിടെയും വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ്. ഈ ഭാഗത്തായി 3 വാളിൻ്റെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയാണ് വാഷ് കൗണ്ടർ. ഇവിടെ ഒരു മിററും നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിന് ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. താഴെയും മുകളിലുമായി ധാരാളം സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഇവിടെ 3 വാളിയുടെ ഒരു കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നു. ഇവിടെ 2 വാളിയുടെ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. 1ാമത്തെ ബെഡ്റൂമാണ് ഇത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 1ാമത്തെ ബെഡ്റൂം. ഇവിടെ 2 വാളുള്ള 2 വശത്തും 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉള്ള വാർഡ്രോബ്. ബെഡ്റൂമിൻ്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭ്യമാണ്. വലിയൊരു മിററും കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാത്റൂം. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു ലൈറ്റ് കൂട്ടുള്ള. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 2ാമത്തെ ബെഡ്റൂം. മുകളിലായി ഫോൾ സീലിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി 2 വാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി 3 വാളിയുടെ ഒരു ജനലും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്.
വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒരു പർഗോള ഡിസൈൻ നൽകിയിരിക്കുന്നു. കിഴക്കോട്ട് ദർശനമായതുകൊണ്ട് നല്ല വെളിച്ചം ഇവിടെ ലഭ്യമാണ്. ഈ ഭാഗത്തായി ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു മിററും ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലായി ഇൻവേർട്ടർ വെക്കാനുള്ള സ്പേസും നൽകിയിരിക്കുന്നു. ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലും ഗ്ലാസ്സിലുമാണ്. സ്റ്റെപ്പ് വരുന്നത് ഗ്രാനൈറ്റിലും. ഈ ഭാഗത്തായി ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ ബ്ലാക്ക് സ്ട്രിപ്സും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പിൻ്റെ മുകളിലായി ഒരു ഷാൻലിയർ നൽകിയിരിക്കുന്നു. ഇവിടെ പർഗോളകളും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ 3 ആളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ബേ വിൻഡോ കൺസെപ്റ്റിലാണ് സ്റ്റോറേജ് സ്പേസ് എല്ലാം വരുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഈ ഭാഗത്തായി വാൾപേപ്പർ നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. ഇതാണ് അപ്പർ ലിവിംഗ് സ്പേസിലെ ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ 2 ആളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ 3 ആളിയുടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ്. നല്ല സ്റ്റോറേജ് സ്പേസ് അടങ്ങുന്ന വാർഡ്രോബ്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പർഗോള ഡിസൈനുകൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ. ഒരു മിററും ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെ മാറ്റ് ഫിനിഷുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഫുള്ളി കവേർഡ് ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നത്. ഇവിടെയായി വാഷ് മെഷീൻ പോയിന്റ് നൽകിയിരിക്കുന്നു. ഈ സ്റ്റെപ്പ് കയറിയാൽ ടെറസിലേക്ക് പോകാം. ഇതാണ് ബാൽക്കണി. ഓപ്പൺ സ്പേസും കവേർഡ് സ്പേസും അടങ്ങിയിട്ടുള്ള ബാൽക്കണി. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. ഇവിടെ 3 ആളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. മുകളിലായി LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. 5.4 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റ് വെച്ച ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇൻഫോ പാർക്കിൽ നിന്നും 10 കിലോമീറ്റർ മാറി പൂക്കാട്ടുപടിയിലാണ് ഈ വീട്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 95 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.